ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ഗാലറി കിഡ്സ് ഗാലറിക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗേൾസ് ഞാൻ അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ട് വെച്ചിരിക്കും. ഇത് ഞാൻ ചെയ്തതാണ്. ഇത് നൈറ്റാണ്. അപ്പം കേക്കിൻ്റെ ബോർഡിൻ്റെ ഇതുപോലത്തെ സംഭവം നമ്മൾ മാറ്റിയിട്ട് അതിനകത്തേക്ക് ചാർട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പം ഇത് നമ്മൾ ഉച്ച സമയമാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് എന്തൊക്കെ കളർ വേണമെന്ന് വെച്ചാൽ 5 കളേഴ്സാണ് നമുക്ക് വേണ്ടത്. ഓറഞ്ച്, ബ്ലാക്ക് വേണം, ഓറഞ്ച് വേണം, വൈറ്റ് വേണം, റെഡ് വേണം, യെല്ലോ വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യെല്ലോ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏഷ്യൻ പെയിൻറ്റ് നമ്മൾ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ഞാൻ ഫുള്ളായിട്ട് അടിച്ചിട്ട് നമുക്ക് ഓറഞ്ച് ആണ് എടുക്കാനുള്ളത്. നമുക്ക് ഓറഞ്ച് വെച്ചെടുക്കാം. ഇതിങ്ങനെ ഒരു അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ മെയിൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ അടിച്ചു കൊടുക്കാവേ. കണ്ട കേസ് ഇതേപോലെ നമ്മൾ ഗൈസ് നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളെങ്ങനെ ഒഴിച്ചു കൊടുക്കണം, ഫസ്റ്റ് നമ്മൾ ഈ അടപ്പിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറച്ച് അടപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് വരുന്നില്ല. വന്നു ഈ സൈനൊക്കെ കിട്ടും. ഇങ്ങനെ തടിക്കുന്ന കേസ് നമുക്ക് എന്നാലും ഫുൾ അടിച്ചു. ഇങ്ങനെ ഗൈസ് നമ്മൾ ഓറഞ്ച് ഫുള്ളേ അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് കണ്ട ഗൈസ് ഇത് ഇങ്ങനെ യോജിപ്പിച്ചടിച്ചെടുക്കണം. എന്നാൽ ഉണ്ടോ ഇതൊക്കെ മിക്സായിട്ട് അടിച്ചെടുക്കണേ. നല്ലൊരു ഭംഗി കിട്ടും. കേൾക്കട്ടെ ഇതേപോലെ കിട്ടും. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ വൈറ്റ് കളർ വേണം നമുക്ക് എന്തായാലും. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് കളറാണ് ആവശ്യം. വൈറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വൈറ്റ് കുറച്ചെടുക്കുന്നുണ്ട്. ഈ വൈറ്റ് ഇതുമായിട്ട് മിക്സാക്കി ഒന്ന് അടിച്ചെടുക്കണേ. നമ്മൾ എങ്ങനെ അടിച്ചെടുക്കുന്നത് വെച്ചാൽ ഇതേപോലെ വൈറ്റിന് മിക്സ്ഡാക്കി എടുക്കണം. അതേപോലെയാണ് ഈ ഓറഞ്ച് നമ്മൾ അതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ചൊന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് മുകളിലേക്ക് വെച്ചെടുക്കണം. വൈറ്റ് അടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ ലൈറ്റ് കളർ കണ്ടോ കണ്ടോ നല്ല രസമില്ല. നമ്മൾ റെഡാണ് അടിക്കണ്ടേ. ഇനി റെഡ് അടിച്ചെടുക്കാം. പിന്നെ മിക്സ് എടുക്കണേ. ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴാണ് പൈസ ചെയ്ത് കൊണ്ടുവന്ന് നോക്കണം. ഗൈസ് നമുക്കിത് ഫുൾ അടിച്ചു കൊടുക്കാവേ. ഗൈസ് ഗൈസ് ഇവിടെ കുറച്ചുകൂടി എല്ലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എല്ലോ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് എല്ലോ എടുത്തിട്ടുണ്ട്. ഇതാ റെഡ് ആയിട്ട് എല്ലോ ഒന്ന് ആക്കി കൊടുക്കാറുണ്ട്. ഞാൻ എല്ലോ നമ്മളൊന്ന് കുറച്ചുകൂടി ആക്കി കൊടുക്കണം. എടുക്കാം. ഓ ഗൈസ് നമ്മൾ ഏകദേശം സെറ്റ് ആവും. നമ്മൾ കൈ വെച്ചിട്ട് ഇവിടെ നിന്ന് പുറത്ത് വെക്കി കൊടുക്കാം. ഇവിടെ നിന്ന് അതേപോലെ നമ്മൾ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണേ. ഈ രസത്തിലേക്കാണേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഴി സൂതിക്ക് ഇത്ര ഇതിൻ്റെ കൈ ഫുള്ളായി. നമുക്ക് പിന്നെ അത് കഴുകി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസിൻ്റെ കൈ ഫുള്ളായി. അപ്പം ഇനി നമ്മൾ ഇവിടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് കുട്ടനി കൊണ്ടുള്ള പരിപാടികളാണ്. കേട്ടോ ഇനി ആൾ ഈ ബ്ലാക്കിനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ പാരച്യൂട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. സൂക്ഷിച്ച് നമ്മൾ ഇവിടെയാണ് പാരച്യൂട്ട് വരയ്ക്കണം. അത് നമുക്ക് പാരച്യൂട്ട് അല്ല വരയ്ക്കണം, നമുക്ക് തിങ്ങി വയ്ക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ഇത്രയും രീതിയിലാണ് എടുക്കുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പോകുന്നു. ഇവിടെ നിന്ന് ആക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ ഗൈസ് നല്ല രസത്തിൽ കാണാൻ. അത് കുറച്ചുകൂടി നീളം കൂട്ടി കൊടുക്കാം. ഓക്കെ
ഇനി നമ്മൾ ഇവിടുന്ന് ഒരു കമ്പ് വരച്ച് കൊടുക്കണം. ഇത് ഉണങ്ങിയിട്ടേ ചെയ്യാവുള്ളേ. പിന്നെ നല്ല രീതിക്ക് അപ്പം ഇത് നമ്മൾ ഉണങ്ങിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കമ്പ് സ്റ്റെം വരച്ചിട്ടുണ്ട്. കുറച്ച് കമ്പുകൾ അവിടെ നിന്ന് ഇടുന്നൊക്കെ മേലെ വെച്ചിട്ട് മേളിൽ നിന്ന് ഓക്കെ. നമ്മളിവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇത്തിരി അളക്കം കുറച്ച് ഇളക്കം കൂടി വെച്ചേക്കണേ. ഓക്കെ ഗൈസ്, ഇത് ഇത്രയും കമ്പുകൾ വരച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മൾ നോക്കിയിട്ട് ഒരു തെങ്ങിൻ്റെ രൂപം ആക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക സ്ലിപ്പ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കത് ഒരു കമ്പ് കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാം. സിമ്പിളാണ് ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ 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 കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഇനി നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഗ്രാഫ് വരച്ചു കൊടുക്കാം. അത് നമ്മൾ ഗ്രീൻ വെച്ചിട്ടല്ല കേട്ടോ വരയ്ക്കണ്ടേ, ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു. ഇതിങ്ങനെ ആക്കി കൊടുത്ത് വരയ്ക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മൾ അത് നമ്മളെ യെല്ലോ ചെയ്തിട്ട് അതേപോലെ ഫുള്ളായിട്ട് കൊടുക്കാം. അതൊരു ഗൈസ് നമ്മൾ തീരാറായി നമ്മുടെ ക്രാഫ്റ്റ്. നമുക്ക് സൂര്യന് വേണ്ടി സൂര്യനായിട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടല്ല, നമുക്ക് ഓറഞ്ച് വെച്ചിട്ട് തന്നെ സൂര്യനെ വെച്ചെടുക്കാം. സിമ്പിൾ വരിയിൽ എങ്ങനെയാണ് വരയ്ക്കണമെങ്കിൽ കാണിച്ചു. നമ്മൾ ഇതിൻ്റെ അടപ്പ് കണ്ടോ, ഈ അടപ്പ് കുറച്ച് ഓറഞ്ച് അങ്ങ് എടുത്തിട്ട് ഈ അടപ്പിനകത്ത് ആക്കി കൊടുക്കണേ. ഈ അടപ്പിനകത്ത് ഫുള്ളല്ല, ഇങ്ങനെ 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 സൈഡിലായിട്ടാക്കി കൊടുക്കണേ. കൂടുതലാക്കി കൊടുക്കാം. അപ്പോൾ നല്ല സൂര്യൻ കുട്ടനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങോട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. അതൊക്കെ അങ്ങ് വെച്ചെടുക്കുന്നുണ്ട്. അയ്യോ കണ്ടോ, അവിടെ അമ്മയ്ക്ക് നോക്കണേ. കുറച്ച് നേരം അവിടെ അങ്ങനെ അമുങ്ങി വെക്കുന്നുണ്ട്. ഇങ്ങനെ അമുങ്ങി ഇവിടെ വെക്കാണ്. ഓക്കെ, പതുക്കെ എടുത്ത് നോക്കാം. കണ്ടോ ഇപ്പം നല്ലൊരു സൂര്യൻ വന്നില്ലേ. ഇനി നമ്മൾ അതൊന്നും കൂടി നല്ല ഇതാക്കാനായിട്ട് അതിൻ്റെ പുറത്തുകൂടി അത് പതുക്കെ വരച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ അകത്ത് കളറാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാരച്ചൂട്ടിനാണ്. നമുക്ക് പാരച്ചൂട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഒരു വട്ടം വരച്ചു കൊടുക്കാം. വട്ടമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും വരച്ചു കൊടുക്കാം. അപ്പോൾ വട്ടമില്ല, ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. വട്ടം വരച്ചെടുത്തു. 3 കമ്പ് വരച്ചു കൊടുക്കാം. 3 കമ്പ് പോലെ വരച്ചു കൊടുക്കാം. 3 കമ്പ് പോലെ. ഇപ്പോൾ മറ്റേ നീരാളിക്കുട്ടനെ പോലെയാണുള്ളത്. ഇനി അവിടെ നിന്ന് ആ കമ്പിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഓക്കെ, ഇതാ നമ്മുടെ ക്രാഫ്റ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് കൂടി ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രാഫ്റ്റ് ഫിനിഷ് ആവും. തീർന്നു സ്പീഡ് ഉണ്ട്. അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ടോ ഗൈസ്? അപ്പം ഇനി ഒരു അടുത്ത പുതിയ ക്രാഫ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഏവർക്കും ബൈ ബൈ.